മന്ത്രി സജി ചെറിയാൻ ഒരു പ്രസ്താവന വളരെ വിവാദമായിട്ടുണ്ടെന്ന് ദീപിക ദിനപത്രം ഒരു എഡിറ്റോറിയലുമായി രംഗത്ത് വന്നിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ പങ്കെടുത്ത ബിഷപ്പുമാർക്കെതിരെ പരാമർശങ്ങളിൽ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്ന ഒരു എഡിറ്റോറിയലാണ് ദീപിക എന്ന് എഴുതിയിരിക്കുന്നത്. മാത്രമല്ല, ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരെ അവഗണിക്കുന്ന മന്ത്രിമാരും അവർക്ക് ഒത്താശ ചെയ്യുന്ന മുഖ്യമന്ത്രിയും തീക്കൊള്ളി കൊണ്ട് തലചൊറിയും എന്നാണ് ദീപികയുടെ എഡിറ്റോറിയൽ പറയുന്നത്. സജി ചെറിയാറിന്റെ വിടുവായിത്തം തിരുത്താൻ മുഖ്യമന്ത്രി തയ്യാറാകണം എന്നുകൂടി ഈ എഡിറ്റോറിയൽ പറഞ്ഞു വയ്ക്കുന്നു. അപ്പോൾ കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ നമുക്കൊപ്പം ചേരുന്നു. ടോബി ജോൺസൺ, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ഗുരുവായൂർ ടെമ്പിൾ. ടോബി ജോൺസൺ, അപ്പോൾ എന്താണ് ഇന്ന് ദീപിക പത്രത്തിന്റെ എഡിറ്റോറിയലിന്റെ കാതൽ എന്താണ്, പറയൂ. ഗുഡ് മോർണിംഗ് എസ് കെ. സജി ചെറിയാനെതിരെയും അതുപോലെ തന്നെ കെ ടി ജലീലിനെതിരെയുമുള്ള വിമർശമാണ് ഈ ദീപിക പത്രത്തിലുള്ളത്. അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ രണ്ട് നേതാക്കളും നടത്തിയ പ്രസ്താവനകളിൽ കടുത്ത എതിർപ്പ് ക്രൈസ്തവ സഭയ്ക്കുണ്ട്. KCBC ഇന്നലെ തന്നെ അക്കാര്യം വ്യക്തമാക്കിയതാണ്. അതിന് പിന്നാലെയാണ് ചില രൂക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ട് ഇപ്പോൾ ദീപിക പത്രത്തിൽ ഒരു എഡിറ്റോറിയൽ തന്നെ വന്നിരിക്കുന്നത് എന്നാണ് പ്രധാനമായും പറയാനുള്ളത്. അതായത് സജി ചെറിയാനും അല്ലെങ്കിൽ ഈ പരാമർശം നടത്തുന്ന നേതാക്കളും അണികളും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും തീക്കൊള്ളി കൊണ്ടാണ് തലചൊറിയുന്നത് എന്ന് ഓർക്കണമെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. രാഷ്ട്രീയ കളികൾ എന്തിന് ക്രൈസ്തവരെ അധിക്ഷേപിക്കണം എന്നുള്ളൊരു ചോദ്യം കൂടി ഈ എഡിറ്റോറിയലിൽ ചോദിക്കുന്നുണ്ട്. തങ്ങൾ ചെയ്യുമ്പോൾ ശരിയും മറ്റുള്ളവർ ചെയ്യുമ്പോൾ അത് തെറ്റും എന്ന വിരോധാഭാസ രാഷ്ട്രീയത്തെ പ്രത്യയശാസ്ത്രമായി കൊണ്ടു നടക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇതിനപ്പുറം ഒന്നും ഇവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ എഡിറ്റോറിയൽ തുടങ്ങുന്നത്. ക്രൈസ്തവ മേലധ്യക്ഷന്മാരെ അധിക്ഷേപിക്കാൻ എന്തും വിളിച്ചു പറയാൻ ഈ നേതാക്കൾ തയ്യാറാകുന്നു. അതിന് മുഖ്യമന്ത്രിയുടെ ഒത്താശയുണ്ടെന്നു കൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ക്രൈസ്തവർ എന്ത് രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കണമെന്ന് ഇവരെ പോലെയുള്ളവർ ഉപദേശിക്കേണ്ട ആവശ്യമില്ല എന്ന് കടുത്ത സ്വരത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നു ദീപിക എഡിറ്റോറിയലിൽ. സജി ചെറിയാൻ വിളമ്പിയ മാലിന്യം ആസ്വദിച്ച് രോമാഞ്ചം കൊള്ളുന്നവരോട് ഒന്ന് മാത്രമേ പറയാനുള്ളൂ. പല പീഡനങ്ങളും അവഹേളനങ്ങളും കടന്നാണ് ക്രൈസ്തവ സഭ ഇവിടം വരെ, ആഗോള ക്രൈസ്തവ സഭ ഇവിടം വരെ എത്തിയത് എന്ന് കൂടി സൂചിപ്പിക്കുന്നുണ്ട്. അതിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ സ്ഥാനം എവിടെയാണെന്ന് ചരിത്രം രേഖപ്പെടുത്തി തരും. അതുപോലെ തന്നെ പാർട്ടി അണികളുടെ കയ്യടി വാങ്ങാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള വിടുവായത്തം സജി ചെറിയാൻ പറയുന്നത് എന്നൊരു പരാമർശം കൂടിയുണ്ട്. കെ ടി ജലീലിന്റെ പരാമർശിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം KCBC നടത്തിയ ഒരു ക്രിസ്മസ് പരിപാടിയിൽ പാണക്കാട് തങ്ങളും അതുപോലെ തന്നെ കെ സുരേന്ദ്രനും ഒന്നിച്ച് പങ്കെടുത്ത് കേക്ക് മുറിക്കുന്ന ചില ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് കെ ടി ജലീൽ ചില സോഷ്യൽ മീഡിയയിൽ ചില പരാമർശങ്ങൾ നടത്തിയിരുന്നു. അതിനെതിരെയും ശക്തമായിട്ടുള്ള ഒരു വിമർശനം ഈ ഒരു ലേഖനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഭരണാധികാരികൾ, അത് പ്രധാനമന്ത്രിയായാലും മുഖ്യമന്ത്രിയായാലും അവർ ക്ഷണിക്കുന്ന പരിപാടിയിൽ പോയി പങ്കെടുക്കുക എന്നുള്ളത് മര്യാദയാണ്. അതാണ് തങ്ങൾ ചെയ്തത്. മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൽ തങ്ങൾ പങ്കെടുത്തിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ രോമാഞ്ചം സജി ചെറിയാൻ ഉണ്ടായില്ല എന്നുള്ളൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി വിളിക്കുമ്പോൾ അവിടെ പോകുമ്പോൾ അത് തെറ്റല്ലെന്ന് പറയുകയും പ്രധാനമന്ത്രി വിളിക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ അത് തെറ്റാണെന്ന് പറയുകയും ചെയ്യുന്നത് ഒരു ഇരട്ടത്താപ്പാണെന്ന് പോലും പറയുന്നുണ്ട്. അതുപോലെ തന്നെ പ്രധാനമായും ഇതിലൊരു രാഷ്ട്രീയ മുതലെടുപ്പുണ്ടോ എന്നുള്ളൊരു സംശയം കൂടി ഇവർ ചോദിക്കുന്നുണ്ട്. മണിപ്പൂർ കലാപം മറന്നുവെന്ന് ഒരിക്കലും പറയാൻ സാധിക്കത്തില്ല. അങ്ങനെ പറയുന്നത് ശരിയല്ല എന്നതടക്കമുള്ള രൂക്ഷ വിമർശനങ്ങളാണ് ദീപിക ഇന്ന് ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും സജി ചെറിയാന്റെ പരാമർശവും കെ ടി ജലീലിന്റെ പരാമർശങ്ങളും സജീവ ചർച്ചയായി തന്നെ മുന്നോട്ട് വരികയാണ്. പ്രത്യേകിച്ചും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ വന്ന് നിൽക്കുന്ന സാഹചര്യത്തിൽ ഈ ഒരു നിലപാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.